Today we are going to learn a furosemide, a loop diuretic, and it's my YouTube channel, Simply Learning Pharma with Shilpa. One of the most powerful diuretic used in clinical practice ആണ് furosemide. ഇതിന് വേറെ ബ്രാൻഡ് നെയിം ലാക്സിസ് എന്നാണ്. ഹൃദയസ്തംഭനം, സിറോസിസ്, വൃക്കരോഗം, പൾമണറി എഡിമ തുടങ്ങിയ അവസ്ഥകളിൽ ശരീരത്തിൽ നിന്ന് അധികം ദ്രാവകം നീക്കം ചെയ്യുന്നതിനാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? സോ ഇത് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ നെഫ്രോണിലുള്ള തിക്ക് അസെൻഡിങ് ലിംബിലാണ്. തിക്ക് അസെൻഡിങ് ലിംബ് ഓഫ് ദ ലൂപ്പ് ഓഫ് ഹെൻലി. സോ നമുക്കറിയാം അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ തിൻ പോർഷനുണ്ട്, തിക്ക് പോർഷനുണ്ട്. തിക്ക് പോർഷനിലാണ് ലൂപ്പ് ഡയറോട്ടിക്സ് ആക്ട് ചെയ്യുന്നത്. അതായത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിലാണ് ഇത് എന്ത് ചെയ്യുക ആക്ട് ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫുറോസിമൈഡ് എന്ത് ചെയ്യാണ് ഈ NK-CC2 ട്രാൻസ്പോർട്ടറിനെ പോയിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. സോ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും പുനഃആഗിരണം തടയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നെഫ്രോണിൽ കൂടുതൽ സോഡിയം നിലനിൽക്കും. പിന്നെ സോഡിയം കൂടുതലായതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റും കൂടും. അങ്ങനെ മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ മെഡുലറിയിലുള്ള കോൺസെൻട്രേഷൻ, കിഡ്നിയിലുള്ള മെഡുലറി റീജിയൻ ഉണ്ട്, ആ റീജിയനിലുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കുറഞ്ഞ് വൃക്കയിൽ എന്ത് ചെയ്യാണ്? കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. അപ്പം വെള്ളം കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ് ചെയ്യുന്നു. എന്തിൻ്റെയൊക്കെ എക്സ്ക്രിഷനാണ് ഫുറോസിമൈഡ് കൂട്ടുന്നത്? സോഡിയം, വാട്ടർ, പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. സോ ആസ് എ റിസൾട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് ഉണ്ടാകുന്നത്? പവർഫുൾ ഡയോറിസിസ് മീൻസ് നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം പോകുന്നു, സോൾട്ട് പോകുന്നു. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ഓവർലോഡ് കുറയ്ക്കുന്നു. പ്രീലോഡ്, ഹാർട്ടിൻ്റെ പ്രീലോഡ് കുറയ്ക്കുന്നു. അപ്പം ഹാർട്ട് ഫെയിലിയറിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്വാസകോശത്തിലുള്ള എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന പൾമണറി കൺജഷൻ അങ്ങനെ തുടങ്ങിയ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറയുന്നു. പൾമണറി എഡിമ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഫുറോസിമൈഡ്. സോ എന്താണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ? എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സോ അക്യൂട്ട് പൾമണറി എഡിമയ്ക്ക് യൂസ് ചെയ്യുന്നു. ലൈഫ് സേവിങ് ഡ്രഗാണ്. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റീനൽ ഫെയിലിയർ, ലിവർ സിറോസിസ് വിത്ത് അസൈറ്റിസ് മീൻസ് ലിവറിൽ ഒരു ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ട്. ദെൻ ഹൈപ്പർ ടെൻഷന് റെയർലിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈപ്പർ കാൽസ്യമയ്ക്കും ഇത് യൂസ് ചെയ്യാറുണ്ട് വിത്ത് IV ഫ്ലൂയിഡ്. പിന്നെ സ്പെഷ്യൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അഡ്വാൻസ്ഡ് കിഡ്നി ഫെയിലിയറിൽ ഇതിൻ്റെ എഫക്റ്റ് അത്രമാത്രം ഇല്ല. സോ നമ്മൾ ഹയർ ഡോസസ് കൊടുക്കേണ്ടി വരും. ഒരു നോർമൽ ഇൻഡിവിജ്വലിനേക്കാളും ഹയർ ഡോസസ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. ഇനി ഡോസേജ് ഓറലായിട്ടാണെങ്കിൽ യൂഷ്വലി 20 തൊട്ട് 80 mg പെർ ഡേ ആണ്. നമ്മൾ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് ഡോസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. It can be used for acute pulmonary edema through IV. So ഡോസ് വരിക 20 to 40 mg IV ആണ്. ഓൺസെറ്റ് 5 minutes ആണ്. ഡ്യൂറേഷൻ 6 hours. സോ ലാക്സിസ് ലാസ്റ്റ് 6 hours. അതാണ് ഡ്യൂറേഷൻ 6 hours. അങ്ങനെയാണ് അതിന് പേര് കിട്ടിയെന്ന് തോന്നുന്നു. സോ ലാക്സിസ്, അപ്പോൾ നമുക്ക് ഓർക്കാം ഡ്യൂറേഷൻ ഇതിൻ്റെ 6 hours ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്? ഒന്ന് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ്. ഇലക്ട്രോലൈറ്റ് മീൻസ് നമ്മുടെ ബോഡിയിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇത് കുറയ്ക്കും. സോഡിയം, മഗ്നീഷ്യം, അതേപോലെ കാൽസ്യം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോഡി ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബോഡിയിൽ വോളിയം കുറയ്ക്കും, വോളിയം ഡെപ്ലീഷൻ. സോ ഡീഹൈഡ്രേഷൻ, ലോ ബ്ലഡ് പ്രഷർ, ഡിസിനസ് ഉണ്ടാക്കും. ദെൻ റീനൽ
എഫക്ട്സ് മീൻസ് ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഡയോറിസിസ് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പം കിഡ്നി ഫങ്ഷന് എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ മോണിറ്റർ ചെയ്യണം. നമ്മളത് പോകെ പോകെ പഠിക്കും. അപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഡോസ് കുറയ്ക്കുകയോ അത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ദെൻ അതർ സൈഡ് എഫക്റ്റ് ആണ് ഓട്ടോടോക്സിസിറ്റി. മീൻസ് നമ്മുടെ കാതിൽ ആരോ വന്ന് മുഴങ്ങുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ആർക്കും അത് കേൾക്കാൻ പറ്റില്ല, ഒരു ഇറിറ്റേഷൻ പോലെ. പിന്നെ ഹിയറിംഗ് ലോസ്, എസ്പെഷ്യലി IV റാപ്പിഡോസ്. ദെൻ ഹൈപ്പർ യൂറേസിമിയ, യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും. സോ ഗൗട്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ സ്കിൻ റാഷസ്, അത് റെയർ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ആണ്. ദെൻ ഡ്രഗ് ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് NSAID, അതായത് ഐബുപ്രോഫൻ, ഡൈക്ലോഫെനാക്ക് തുടങ്ങിയ മെഡിസിൻസ് എന്ത് ചെയ്യാണ്, നമ്മുടെ കിഡ്നിയിലുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. സോ ഇത് പ്രോസ്റ്റോഗ്ലാൻഡിൻ്റെ ഒക്കെ സിന്തസിസ് കുറയ്ക്കുന്നുണ്ട്, കിഡ്നിയുടെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു. സോ ഇതിൻ്റെ മാക്സിമം എഫക്റ്റ്, ഫുറോക്സിമൈഡിൻ്റെ മാക്സിമം എഫക്റ്റ് കാണിക്കാൻ പറ്റില്ല. ദെൻ ഡിജോക്സിൻ. സോ ഡിജോക്സിൻ എന്താണ്, ഹൈപ്പോകലേമിയ, പൊട്ടാസ്യം ലോ ആകുമ്പോൾ ഇതിൻ്റെ ടോക്സിസിറ്റി കൂടും. സോ ഫുറോക്സിമൈഡ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടോക്സിസിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യും. സോ നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ അമിനോഗ്ലൈക്കോസിഡ് ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഇത് റിസ്ക് കൂടും. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ AC ഇൻഹിബിറ്ററും ARB ഒക്കെ നമ്മൾ ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. സോ ഇത് കമ്പൈൻ ചെയ്യുമ്പം ലോ BP ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ എന്താണ് ലിഥിയം, ഫുറോസിമൈഡിൻ്റെ ടോക്സിസിറ്റി ലിഥിയത്തിൻ്റെ ടോക്സിസിറ്റി ഫുറോസിമൈഡ് കൂട്ടും. അതായത് ഫുറോക്സിമൈഡ് ലിഥിയത്തിൻ്റെ ക്ലിയറൻസ് ബോഡിയിൽ കുറയ്ക്കുന്നുണ്ട്. സോ നമ്മുടെ ബോഡിയിൽ ലിഥിയത്തിൻ്റെ അളവ് കൂട്ടും, പ്രോപ്പറായിട്ട് എക്സ്ക്രീഷൻ നടക്കാത്തതുകൊണ്ട്. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. സോ നമ്മൾ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നുള്ളതാണ്. ഫുറോക്സിമൈഡ് എടുക്കുന്ന പേഷ്യൻറ്റിൽ ബോഡി വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ പേഷ്യൻ്റെ ബോഡി വെയ്റ്റ് ഇപ്പോൾ 1 kg കൂടുതലാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ 3 daysനുള്ളിൽ 2 കിലോക്കാളും കൂടുതൽ വെയ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ BP നമ്മൾ ചെക്ക് ചെയ്യണം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ക്രിയാറ്റിൻ നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ സാൾട്ട് ഇൻടേക്ക് കുറയ്ക്കണം. പേഷ്യൻ്റ് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മോർണിംഗിലാണ് ഇത് സാധാരണ കഴിക്കാറ്. കാരണം നമുക്ക് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവില്ല, നമുക്ക് രാത്രിയിൽ യൂറിനേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ. സോ നമ്മുടെ ഉറക്കം അത് ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ NSAID ഒഴിവാക്കുക. പിന്നെ പൊട്ടാസ്യം റിച്ച് ഫുഡ് നമ്മൾ എന്ത് ചെയ്യാണ്, കഴിക്കാൻ ശ്രമിക്കുക. സാധാരണ പൊട്ടാസ്യം ലോസ് ഉണ്ടാവുകയാണെങ്കിൽ. ദെൻ ഡിസിനസ്, ക്രാംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് മോണിറ്റർ ചെയ്യണം.